അവർ നിങ്ങളെ സീക്രട്ടായിട്ട് ചേസ് ചെയ്യുന്നുണ്ടോ? അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? കൂടുതൽ പേർക്കും നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യാവുന്നതാണ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ മേ ബി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഓൾറെഡി എല്ലാം എൻഡായി പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. പക്ഷേ അതായത് ഒരു 0 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ള നമ്പർ. അതായത് ഓൾറെഡി എല്ലാ രീതിയിലുമുള്ള കോണ്ടാക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ എൻഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നേടിയെടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം ഒരുപാട് തരത്തിൽ ലൈഫിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള എന്താണ് ഈ ഒരു കണക്ഷൻ പ്രോബ്ലം കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് തരത്തിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് ആണ് ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കാണുന്ന ഒരു എനർജി. അതുപോലെ തന്നെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലെ ഒരു ഫൗണ്ടേഷൻ അതുവഴി ഉണ്ടാകുന്ന ഒരു നേട്ടം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി വേണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ പല സമയത്തും ആ വ്യക്തി അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ആ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൊളീഗ്സ് ആയിരിക്കാം, എല്ലാവരും ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ നേരിടുന്ന ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഒരു നോ കോണ്ടാക്റ്റ് വന്നതിലും ആ വ്യക്തി ഒരുപാട് പരാജയപ്പെട്ടു പോയി. നിങ്ങളോട് ആ ഒരു ശരിക്കുള്ള കമ്മിറ്റ്മെന്റ് തരാൻ കഴിയാത്തതിലും ആ വ്യക്തി പരാജയപ്പെട്ടു പോയി എന്നോർത്ത് ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയാത്തവണ്ണം അത്തരം ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആ വ്യക്തിയെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നതായിട്ടും ആ വ്യക്തി അത്രയധികം ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ എത്ര തന്നെ ഈ ഒരു സിറ്റുവേഷനിലായിരുന്ന സമയത്ത് പോലും നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് ഒട്ടും തന്നെ കുറയാത്ത തരത്തിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പോലും ഇത്രയധികം എന്താണ് ലൈഫിൽ പ്രശ്നങ്ങളുള്ള സമയത്ത് പോലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ വ്യക്തി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് തന്നെ മനസ്സിൽ തോന്നുന്നത് ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ഫീലിംഗ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ പാലിക്കാൻ കഴിയാതെ നിങ്ങൾ ആഗ്രഹിച്ച കമ്മിറ്റ്മെന്റ് തരാൻ കഴിയാത്തതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ എല്ലാം അവസാനിച്ചിട്ട് ഒരു റീബർത്ത് ഈ ഒരു ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ആ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ജീവിത സാഹചര്യത്തിലും ഒരുപാട് ബിസി ആയിട്ടിരിക്കാം, ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉള്ള ഒരു സമയമായിരിക്കാം, എന്തൊക്കെ ബാഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നാലും എത്ര ഇരുട്ടിലാണ് ആ വ്യക്തി ഉള്ളത് എങ്കിൽ പോലും ഒരു ചെറിയ വെളിച്ചത്തിലൂടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിലൂടെ. എത്ര കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ചെറിയ ഒരു അവസരം കിട്ടിയാൽ ആ വ്യക്തി അപ്പോഴേക്കും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം.
മേ ബി നിങ്ങൾ മായിട്ട് ശക്തമായിട്ടുള്ള നോ കോൺടാക്ട് സിറ്റുവേഷൻ തുടരുന്നുണ്ട് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഒരു ദിവസം ഒരു സമയമെങ്കിലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ്. മേ ബി നിങ്ങൾക്കും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ടുള്ള ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ആ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ സമയത്ത് ആ വ്യക്തി ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിൽ പോലും ഒരു നിമിഷം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹത്തില് ഒട്ടും തന്നെ കുറവ് കാണുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. വീണ്ടും ഒരു പ്രണയം ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ്സ് ഇവിടെ കാണുന്നുണ്ട്. റീബർത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ആ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു ന്യൂ ബിഗിനിങ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ആ വ്യക്തിയുടെ ലൈഫില് ഒരു കംപ്ലീഷൻ ഇല്ലാത്ത ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ്. ആ വ്യക്തിക്ക് ലൈഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാമീപ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. 2 കാർഡ്സും നമുക്കിവിടെ സെയിം എനർജിയാണ് തരുന്നത്. ഒരു കംപ്ലീഷൻ ആൻഡ് ടോട്ടാലിറ്റി അല്ലേ? എല്ലാം കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി ആ വ്യക്തിയുടെ ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് ആ വ്യക്തിയുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ പകുതിയാണ് നിങ്ങൾ എന്ന് ആ വ്യക്തി ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ആ വ്യക്തി കൈവിട്ട് കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. യെസ്. ഒരുപാട് ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഹൃദയത്തിലൂടെ നിങ്ങളെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ മിസ് യു. ഒത്തിരി കാർഡ്സ് എത്തിയിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ലവ് യു, ഐ കാൺട്ട് മൂവ് ഓൺ. ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. ആൻഡ് ഐ നോ ഐ ആം നോട്ട് ഡിസേർവിങ് യു. ഒരു ഗിൽറ്റ് ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ആ വ്യക്തിക്ക് ആ വ്യക്തി നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് പോലും. എന്ന് വെച്ചാൽ അത്രമാത്രം സ്നേഹം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ അതിലൊരു അംശമായിട്ട് പോലും ആ വ്യക്തിക്ക് തിരിച്ചൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഐ സീ യു ഇൻ മൈ ഫ്യൂച്ചർ. യെസ്. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ ആ വ്യക്തിയുടെ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ ലൈഫ് പാർട്ട്ണർ ആവണമെന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ.